നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകയിരം നക്ഷത്രത്തെ കുറിച്ചാണ്. മകയിരം നക്ഷത്രക്കാരുടെ 2026 വർഷം ഏപ്രിൽ 1 മുതൽ 14 വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. വിഷുവിന് തലേ ദിവസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിക്കുവാനും അതിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തണമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും ഇത് ഒരുപോലെ വന്നു ചേരുന്ന ഫലങ്ങളാണ്, പൊതുഫലങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ മകയിരം നക്ഷത്രക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു പഠന രീതിയും അല്ലെങ്കിൽ പുതിയൊരു പഠന കേന്ദ്രത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പഠന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറുന്നതാണ്. ഇതുവരെ പഠനത്തെ വലിയ ഗൗരവമായിട്ട് കാണാത്ത ആളുകളൊക്കെ കാണേണ്ടതാണ്. മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടാവേണ്ടതാണ്. അവരാവശ്യപ്പെടുന്ന കോഴ്സുകൾക്കൊക്കെ അവരെ ചേർക്കുവാൻ ശ്രമിക്കുക. അവനവന്റെ അഭിരുചിക്ക് അനുസരിച്ച് കോഴ്സുകളൊക്കെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. ഒരു 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ മാതാപിതാക്കളും ചുറ്റുമുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധ മൂലം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് പോകാൻ കഴിയുന്നതാണ്. ചെറിയ കുട്ടികളുടെ അപകടങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രം. ഈ മകയിരം നക്ഷത്രക്കാര് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ 1 മുതൽ 14 വരെ മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബ ജീവിതത്തിലെ ചില അസാരസ്യങ്ങൾ മൂലം വേർപിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു അവസരം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഈ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുക. ജീവിതമാണ്, അതൊന്നേ ഉള്ളൂ. നിങ്ങൾ ഒരു വാശിപ്പുറത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരിക്കലും അതിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാവുള്ളൂ. ഒരു വാശിയുടെ പുറത്ത് ചിലരൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന കാണുന്നുണ്ട്. അതൊക്കെ മണ്ടൻ തീരുമാനങ്ങളായിരിക്കും. കുടുംബത്തില് സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിരുന്ന ചെറിയ രീതിയിലൊന്ന് കളങ്കപ്പെടാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ട് ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം അത് നമ്മളുടെ തൊഴിലിനെയും ബിസിനസ്സിനെയും ബാധിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ആലോചിച്ച് പരിഹരിക്കുക. എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സാമ്പത്തികത്തിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു. അത് കടം കൊടുക്കുവാനോ അതുപോലെ തന്നെ കടം വാങ്ങുവാനോ പാടില്ലാത്ത ഒരു സമയമാണ്. അത്യാവശ്യം ഉള്ള പണം കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ഈ സമയത്ത് ശ്രമിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങള്, കൂട്ടുകെട്ട് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ചില ഉപദേശങ്ങളൊക്കെ നിങ്ങൾ ചെവിക്കൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഉപദേശങ്ങളൊന്നും നിങ്ങൾ ചെവിക്കൊള്ളാതിരിക്കുക. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്കോ ലഹരിപരമായിട്ടുള്ള സ്വഭാവങ്ങൾക്കോ അടിമപ്പെടാതിരിക്കുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ സമൂഹത്തിലൊക്കെ അപമാനപ്പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇതില് നിമിത്ത ഫലവും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ക്ഷേത്രത്തില് ഫലം പറയുമ്പോൾ ഒരു ശബ്ദം പോലും നമ്മളുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് വരാറില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്നത് വളരെ ശാന്തമല്ലാത്ത ഒരു സ്ഥലത്താണ്. ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാകുകയാണ്. അതുപോലെ തന്നെ ആവും നിങ്ങളുടെ ഈ സമയത്തുള്ള ജീവിതവും എന്നാണ് ഈ നിമിത്ത ഫലം പറയുന്നത്. നിങ്ങൾ എപ്പോഴും കോലാഹലങ്ങൾക്കിടയിൽ, അതായത് വഴക്കുകൾക്കൊക്കെ ഇടയിൽ പെടാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നമ്മളിപ്പോൾ നമ്മളുടെ കർമ്മം ചെയ്യുന്നത് പോലെ നമ്മളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടായാലും നമ്മളത് പൂർത്തീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. മറ്റ് ബഹളങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വെളിയിലേക്ക് പോകട്ടെ, അത് വെളിയിൽ നടക്കട്ടെ. നമ്മളുടെ കർമ്മം നമ്മളത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. പുതുതായിട്ട് വരുന്ന കൂട്ടുകെട്ടുകൾ അത് ശ്രദ്ധിക്കുക. അവരുടെ ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുക. മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഞാൻ ഇത് വാശിപ്പുറത്താണോ ചെയ്യുന്നത്, അതോ എനിക്കിത് ആവശ്യമാണോ എന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു
ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ശാന്തതയോടെ ചിന്തിക്കുവാനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ പറയാവുന്നതാണ്. ഒന്ന്, നിങ്ങളുടെ മകയിരം നക്ഷത്രക്കാരുടെ ബീജമന്ത്രം ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 7 തവണയെങ്കിലും നിങ്ങൾ മനസ്സിരുത്തി ചെറിയ ശബ്ദത്തോടെ ജപിക്കേണ്ടതാണ്. അതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ബീജമന്ത്രം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കി ജപിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച, അതായത് 2-ാം തീയതി, ഏപ്രിൽ 2-ാം തീയതി നിങ്ങൾ വ്രതം എടുക്കുന്നത് നല്ലതാണ്. പൗർണമി ദിവസമാണ്. പൗർണമി ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറുന്നതാണ്. അതൊന്ന് കൃത്യമായിട്ട് വ്രതമെടുക്കാൻ കഴിയുകയാണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. ഈ ഫലങ്ങൾ കേട്ട് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അന്നേ ദിവസം നിങ്ങൾ ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ചെയ്യുക. ജീവിതത്തിൽ പല ബഹളങ്ങളും ഉണ്ടാകും, അതിലേക്ക് തലയിടാൻ പോകാതിരിക്കുക. അപ്പോൾ സഹജീവികളോട് കരുണ കാണിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.